കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജൊക്കെ ചോദിക്കലുണ്ട്, എനിക്കെന്താ പണി? ഇപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് കാണല്ലേ, ഡ്രസ്സിങ്ങിൽ ഇങ്ങനെ നടക്കുക, എന്താ പണി സ്റ്റാറ്റസ് മാത്രമേ കാണും. സത്യത്തിൽ ഇതൊക്കെയാണ് നമ്മൾ പണി. ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നമ്മളെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള നല്ല അടിപൊളിയിൽ കുറേ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുക. നാളെ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കാണാനുണ്ടാവില്ല. ഇത്തരത്തിലുള്ള കുറേ മൊമെൻറ്റുകളെ ബാക്കിയാക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല രസമായിട്ടുള്ള കുറേ മൊമെൻറ്റുകൾ ഉണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. ഇതിപ്പോൾ നമ്മൾ ഇതിവിടെ പാലക്കാട് ഇവിടെ പോയ സമയത്ത് നല്ലൊരു ഹോട്ടലിൽ കയറി. ബിരിയാണി വലിയ കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഈ ഒരു കടയിൽ നല്ല ബിരിയാണി ദമ്മാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ദമ്മൊന്നുമില്ല. പക്ഷേ നമ്മൾ മലപ്പുറത്ത് നിന്ന് കഴിക്കുന്ന ആ ഒരു വൈബുണ്ടല്ലോ, നമ്മളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊരു മലപ്പുറം സൈഡിൽ നിന്ന് കഴിക്കുന്ന ഒരു ബിരിയാണിൻ്റെ വൈബൊന്നും നമുക്ക് പാലക്കാട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കിട്ടില്ല. കാരണം മലബാറി വിഭവങ്ങളാണല്ലോ. ബിരിയാണി ശരിക്കും മലബാർ എന്നല്ല, ബിരിയാണിൻ്റെ ശരിക്കും എമർജൻസി എന്ന് പറഞ്ഞാൽ പേർഷ്യ അങ്ങനത്തെ രാജ്യങ്ങളാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെട്ടി വീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹിസ്റ്ററിയൊക്കെ പിന്നെ പറയാണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നമ്മളെ കാരണവന്മാരും ആ പാപ്പന്മാരൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇവരൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പലവക 2025 നടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി ടീഷർട്ടിന് നിറത്തിലുള്ളൊരു ചിഹ്നം കാണാം. അതിൽ നമ്മൾ കുറേ കോമഡി കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അടിപൊളിയാണ്. എന്തായാലും ബിരിയാണീൻ്റെ കാര്യം കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് ബിരിയാണി കഴിച്ചിരുന്നു, അതിലേറെ ടോപ്പാണ്. ആ ബിരിയാണി ഇപ്പോഴും വയറ്റിലുണ്ട്. അപ്പോൾ ഇതാണ് ആ കാക്ക ഫുഡ് ഉണ്ടാക്കിയ ആൾ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.